സാറിന്റെ വീടാ, ഇറങ്ങിക്കോ. വാ. ഇവിടെയാണോ? ആ. വരൂ ചേച്ചി. അവരെ അകത്തോട്ടിരുത്തി ഭക്ഷണം കൊടുക്ക്. ആ, വാ. വാ. ഓ, എൻ്റെ പൊന്ന് സാറേ, ഒന്നും പറയണ്ട. ആ സബ് ജയിലിനകത്തെ വൃത്തികേട് എന്ത് സഹിക്കാം. കൊതുകടിയും കൊള്ളാം, മുഷിഞ്ഞ നാറ്റം സഹിക്കാം. പക്ഷെ ആഹാരം വായി വെക്കാൻ കൊള്ളത്തില്ല. അത് തന്നെ ഒരു ശിക്ഷയാ. സെൻട്രൽ ജയിലാണെങ്കിൽ നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കിട്ടുമായിരുന്നല്ലോ. ആ, ഇനി അന്തസ്സുള്ളൊരു ശിക്ഷ വാങ്ങിച്ചിട്ട് വേണം സെൻട്രൽ ജയിലിലേക്ക് പോകാൻ. അതിനുള്ള അവസരമാ ഇനി ഒത്തുവരുന്നത്. വായിക്ക് രുചിയായിട്ട് ഇച്ചിരി ചോറ് കഴിച്ചിട്ട് എത്ര ദിവസമായി. ആ, കറി എന്താ ഉള്ളത്? ഇത് മീൻകറി. ആ, ഇച്ചിരി കൊടംപുളിയും കൂടി ഇടണം. ഇതൊക്കെ കൊച്ചുണ്ടാക്കുന്നതാണോ? അല്ലല്ല, അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാ. സാറിന്റെ ആരാ? സ്റ്റാഫാ. സാറിപ്പോ വരുവോ? വരും വരും. ദേ വെള്ളം. ആ ആൻസി കൊച്ചും പിള്ളേരും ഇവിടെ കാണൂന്നാ ഞാൻ വിചാരിച്ചത്. നാട്ടിൽ കൊണ്ടേ തള്ളിയത് കഷ്ടമായിപ്പോയി. നിങ്ങളുടെ സാറിന് അതുങ്ങളെ ഇവിടെ അങ്ങ് പൊറപ്പിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? ഒന്നും മിണ്ടായിരുന്നേ, സാറ് കേക്കണ്ട. ഓ പിന്നെ, നാട്ടുകാരെ കൊണ്ടെല്ലാം കേൾപ്പിക്കാം. ഞാൻ പറയുന്നതാ കുഴപ്പം. സബ് ജയിലി വരെ ചർച്ചയാ. പിന്നെയാ സാറ് വന്നു. വേണ്ട വേണ്ട വേണ്ട, ആഹാരം കഴിക്കുന്നിടത്തൊന്നും എണീക്കാൻ പാടില്ല. ഇനി മഹാരാജാവ് വന്നാ പോലും. മഹാരാജാവ് വന്നാ എഴുന്നേക്കത്തില്ല. ഒരു നല്ല മനുഷ്യനെ കണ്ടുകിട്ടാനുണ്ടോ? അപൂർവ. ആൻസി കൊച്ചു പറഞ്ഞറിയാം. അതുകൊണ്ട് ഇച്ചിരി ബഹുമാനം ഉള്ളിന്ന് പൊങ്ങി വന്നതാ. ക്ഷമിച്ചേരെ. ഇച്ചിരി ചോറും കൂടി ഇടട്ടെ? എടുക്ക. വെച്ചു വിളമ്പി തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി കഴിക്കണമായിരുന്നു. മീൻകറി ഇനിയുണ്ടോ? ആ, ഞാൻ എടുത്തു തരാം. ഈ ദേവത എന്നുള്ള പേരെ അറിഞ്ഞിട്ടതാണോ? മുകളിൽ നിന്ന് ആരോ തീരുമാനിച്ചു 2 പെണ്ണുങ്ങളും കൂടെ ഒരു ബാന്ധവം ഉണ്ടാക്കി KGSന്റെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ. ആൻസിയുടെ മുമ്പിൽ നിങ്ങൾ മനസ്സ് തുറന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ സാറേ, പിഴച്ച 2 പെണ്ണുങ്ങൾ ഒരുമിച്ച് നിന്നാലേ അതിന് പവർ കൂടുതലാ. പിഴച്ച ഞാനും മറ്റുള്ളവർ പിഴച്ചവളെന്ന് പറഞ്ഞു നശിപ്പിച്ച ആൻസി വർഗീസും ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച അവന്മാരുടെ കുടുംബത്തിലോട്ട് കയറി ചെന്നാലുണ്ടല്ലോ, എന്താ സംഭവിക്കാന്നറിയാമല്ലോ. ഞാനിനി പുറംലോകം കാണാതിരിക്കാനുള്ള രീതിയിൽ കുരുക്കി വെച്ചിരിക്കുവല്ലേ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ജാമ്യം പോലും കിട്ടില്ലായിരുന്നു. ശിക്ഷ കിട്ടിയനെ. 10-12 വർഷം ഇറങ്ങാതിരിക്കാനുള്ള വകുപ്പൊക്കെ അവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങളെ സെൻട്രൽ ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പൊന്നും അവരുടെ കയ്യിലില്ല. പവി സർ, ആ കീ ചെയിൻ എടുത്തോ. ശരി.
ഇനി നിങ്ങളെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യണം. സാർ എന്തു പറഞ്ഞാലും ഞാൻ അക്ഷരം പ്രതി അനുസരിക്കാം. സാറ് പറഞ്ഞാട്ടെ. ഈ പ്രിയയും നിങ്ങളുമായിട്ട് എന്ത് തരത്തിലുള്ള ബന്ധമാണ്? ഇതാ സർ. എന്റെ ചേച്ചിയുടെ മോളാവോ. അപ്പൊ രക്തബന്ധമാ അല്ലേ? ഹാ, അതല്ലേ സാറേ ഞാൻ അവളെ ചുമന്നത്. പക്ഷേ നിങ്ങൾ കുറച്ച് കുഴപ്പമെല്ലാം കാണിച്ചല്ലോ ദേവതേ. സാറേ ഞാൻ കുഴപ്പമാ സാറേ. എന്റെ ചരിത്രമൊക്കെ പറഞ്ഞാലേ നാണക്കേടാ. പെട്ടുപോയതല്ലേ. ഈ വെളുപ്പും സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ഓരോരുത്തന്മാർ പുറകെ വന്നങ്ങ് കൂടി. അവന്മാരുടെയൊക്കെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടാ. ഹാ, ഒരിക്കൽ പെട്ടാ പിന്നെ അത് പെട്ടതാ സാറേ. ഈ പ്രിയ കൊച്ച എൻ്റെ കൂടെ ആയിരുന്നേ. നാണക്കേടായപ്പോൾ അവളിറങ്ങി അങ്ങ് പോയി. പിഴച്ച പെണ്ണുമ്പിള്ളയുടെ കൂടെ ജീവിച്ചാലേ ജീവിതം പോകുമെന്ന് അവൾക്ക് തോന്നിക്കാണും. പക്ഷേ അവള് പിഴച്ച ഒന്നിനെ വയറ്റിലാക്കിയപ്പോൾ പിന്നെ ആരെ കാണാനാ? നേരെ എൻ്റെ അടുത്ത് വന്നു. അത് വെച്ച് കുറച്ച് കാശുണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചു. ആ ഋഷി എന്ന് പറയുന്നവനും അവൻ്റെ വേണ്ടപ്പെട്ടവരും ഒക്കെ വലിയ കാശുകാരല്ലേ. കുറച്ച് കാശൊക്കെ മേടിച്ചു. അതിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ചതിച്ചതാ, എന്നെയല്ല, ആ പാവം കൊച്ചിനെ. അവൾക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം സാറേ. ആ കൊച്ചിനു വേണ്ടി സപ്പോർട്ട് ചെയ്തേനാ ആൻസി കൊച്ചിന്റെ കള്ള വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് നശിപ്പിച്ചത്. അപ്പൊ പിന്നെ ഒരുമിച്ച് നിൽക്കണ്ടായോ സാറേ? സാറ് പറ. വേണം, ഇനി ഒരുമിച്ച് തന്നെ നിൽക്കണം. കുറച്ച് കറി ഒഴിക്കട്ടെ. ഇനി ഇവിടുന്ന് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? മതി. പ്രിയ താമസിക്കുന്ന വീട്ടിലേക്കോ? ആന്ന് സാറേ, ഒരു വീടിന്റെ പോർഷനാ. അവള് തുണിക്കടയിൽ തുണി എടുത്തു കൊടുക്കാൻ നിൽക്കുക. കൈക്കുഞ്ഞിനെയും വെച്ചോണ്ട് വലിയ പാടാ. പക്ഷെ ജീവിക്കണ്ടേ. എന്നെ പോലെ ഇറങ്ങാൻ അവക്ക് പറ്റത്തില്ലല്ലോ. ആൻസി കുഞ്ഞ് സഹായിച്ചത് കൊണ്ട് അവള് പിടിച്ചു നിന്നത്. എന്നാൽ ആൻസി എല്ലാം ആ വീട്ടിൽ പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ചെന്നാ മതി. രാവിലെ നിങ്ങൾ പ്രിയയും പൊടിക്കുഞ്ഞിനെയും കൂട്ടി അനന്തന്റെ തറവാട്ടോട്ട് ചെല്ലണം. ഫസ്റ്റ് അങ്ങനെ തന്നെ വേണം. ആൻസി കൊച്ചും കൂടെ കാണൂല. ആൻസി വരേണ്ട സമയമൊക്കെ ഞാൻ പറഞ്ഞോളാം. ആദ്യം പ്രിയയും കൊച്ചിനെയും കൊണ്ട് നിങ്ങൾ പോകണം കേട്ടോ. ദേ, ഇത് കണ്ടോ? ഇതൊരു കീ ചെയിൻ ക്യാമറയാ. കയ്യില് ചെറിയ പേഴ്സ് സാറേ. പവിത്ര, ഇതൊന്ന് ചാർജ് ചെയ്യണം. എന്നിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ശരി സർ. എന്നിട്ട് എന്തൊക്കെ വേണമെന്ന് ആഹാരം കഴിച്ചിട്ട് ഇനിറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ശരി. ഇതെങ്ങനെ ഓൺ ചെയ്തെന്ന് ഓഫാക്കി നോക്കുന്നു പറഞ്ഞു കൊടുക്കും. ഓക്കെ സർ. സാറേ, ആ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണേ സാറേ. ഏത് കൊച്ചിന്റെ കാര്യത്തില്? ആ ആൻസി കൊച്ചും പിള്ളേരും വെറുതെ കാട്ടുമുക്കി കൊണ്ടിടാതെ ഇവിടെങ്ങാനും കൊണ്ടൊന്ന് നിർത്തിക്കൂടെ സാറേ? അവിടെ വൃത്തികെട്ട ഭർത്താവിനെയൊക്കെ അങ്ങനെയാ സാറേ ശിക്ഷിക്കേണ്ടത്. പവിത്ര, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ശരി സർ. ആരെ കാണാനാ? മുതലാളി ഒന്ന് കാണണം. 3-4 പേരുണ്ട്. അതിലാരാ? നീ മുതലാളിയാണോ? അല്ല, ഞാൻ സെക്യൂരിറ്റിയാ. എന്നാലേ എല്ലാ മുതലാളിമാരെയും കാണണം. തുറക്കടാ അങ്ങോട്ട്. വാടി വച്ച ഇങ്ങോട്ട്. കേറിയിരിക്ക. കുഞ്ഞമ്മ കൂടി വാ. കേറിയിരിക്ക അങ്ങോട്ട്. ഇത് ഓൺ ഓഫ് ചെയ്യുന്ന എങ്ങനെയാ?
ഒരു 100 തവണ കാണിച്ചു തന്നില്ലേ? ഓ മറന്നുപോയി. ഇങ്ങോട്ടാ ദാ ഇങ്ങനെ. ഓ ഓ ഇപ്പൊ നിങ്ങളുടെ കാര്യം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ ഓർക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കഴിഞ്ഞ മാസം 6-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് സതീഷിന്റെ കടയിൽ കൊണ്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ നിങ്ങള്? ഓ അത് ചിത്രയായിരിക്കും കേട്ടോ, ഞാനല്ല. ചിത്രയായാലും ചിത്രാംഗതയായാലും അന്ന് രാത്രിക്ക് രാത്രി എന്നെ പോലീസുകാരെ കൊണ്ടങ്ങ് പൂട്ടിച്ചു. പല കൊട്ടേഷനും ദേവത നടത്തിയിട്ടുണ്ട്. പക്ഷെ പിടിച്ചു പറയും മോഷണമൊന്നും ദേവതയ്ക്ക് പറഞ്ഞിട്ടില്ല. അത് ഈ ചോരയിലില്ല. പക്ഷേ ഞാൻ ഇപ്പൊ പെരുങ്കള്ളിയാ. ഇല്ലാത്ത വാർത്തയിലൂടെ എഴുതി പിടിപ്പിച്ചങ്ങ് വലുതാക്കി. ഒരിക്കലും ദേവതാ പുരുഷോത്തമൻ പുറത്തിറങ്ങരുത്. അതിനുള്ള കെട്ടും കെട്ടി. ആ കെട്ടൊരിക്കലും പൊട്ടിച്ചിറങ്ങി വരില്ല ഈ ദേവതയെന്ന് നീയൊക്കെ അങ്ങ് കരുതി. അല്ലട കിഴങ്ങ. ചുമ്മാ വീട്ടിൽ കയറി ഒന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അനാവശ്യം പറയാനല്ല വന്നത്, കേറി പൊറുക്കാനാ വന്നത്. വാടി കൊച്ചിങ്ങോട്ട് വാ. വീട്ടിൽ കയറാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ തന്ന് കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കിയതാ. പൈസ ഇനിയും തരാം. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. തീർപ്പുണ്ടാക്കുമായിരുന്നു ദേവത. പക്ഷേ ഈ പൊടിക്കൊച്ചിനെയും തള്ളയും തീർക്കാനാ നിങ്ങൾ നോക്കിയത്. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. വാടി കൊച്ചെ, മാറി നിൽക്കണോ അങ്ങോട്ട്. അല്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ പെണ്ണുപിള്ളെ അങ്ങോട്ട് വിളിക്ക്. അടുക്കളോട് ചേർന്ന ഒരു മുറി ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് കൊച്ചിനെ കിടത്താനാ. ആ നീ ഇവിടുത്തെ പണിക്കാരിയാണോടി? ആണ്. ആ പാലിരിപ്പുണ്ടോ? ഉണ്ട്. ആ ചെറിയ ചൂടോടെ ഇച്ചിരി മധുരം ഇട്ട് ഇങ്ങോട്ട് എടുത്തോ. കൊച്ചിന് കൊടുക്കാനാ. ദാ ഈ കുപ്പിയും കൂടെ കഴിക്കൊണ്ട് പോരെ. പാൽപ്പൊടിയേ ഉള്ളൂ ഇവിടെ. ഒരു കവർ പാലുള്ളത് മാഡത്തിന് രാത്രി ഉള്ളതാ. ആ മാഡത്തിന് നമുക്ക് പാല് കൊടുത്ത് കിടത്താം. നീ പോയി പാല് തിളപ്പിച്ചോണ്ട് വാ. ചെല്ലടി എടി ചെല്ലാന്. ആരോപ്പ ഇത്? അല്ല വഴിപോക്കരാ. കൊച്ചിന് വിശന്നപ്പോ പാല് ചോദിച്ച് ഇങ്ങോട്ട് വന്നതാ മോളെ. നിങ്ങളാണോ ദേവത? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ തന്നെ ദേവത. നിന്റെ കെട്ടിയോൻ എന്തിയടി? അറിയില്ല. അറിയില്ലേ? എനിക്കറിയില്ല. ഇതെന്തൊരു മറുപടിയാ? നിന്റെ കെട്ടിയോൻ എവിടെയെങ്കിലും പോയാൽ നീയല്ലേ ആദ്യം അറിയേണ്ടത്? എന്നെ അറിയിച്ചോണ്ടല്ലോ എല്ലായിടത്തും വന്നതും പോയതും ഒക്കെ. പപ്പ അഴി എണ്ണാതെ ഇവരെന്തിനാ വന്നേന്ന് പറ. നീ വന്നേ. എന്താ? വന്നേ, ഇങ്ങോട്ട് വന്നേ. എന്താ പപ്പ? മോളെ പിന്നെ പൈസക്കാ. പൈസക്ക് വന്നെങ്കിലേ ഈ പൊടിക്കൊച്ചിനും തള്ളയ്ക്കും അവകാശപ്പെട്ടത് കൊണ്ടാ. വേണ്ട. നീ എന്തിനാ കൊച്ചിനെ എടുക്കുന്നേ? പപ്പ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അറിഞ്ഞിട്ട് തന്നെയാ നിൽക്കുന്നത്. മാറ്. ഇല്ല കുഴപ്പമില്ല. ഇങ്ങ് താ പ്രിയ. എന്റെ കയ്യിലിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇയാളെ നശിപ്പിച്ചെന്ന് വെച്ച് ഞാൻ ഈ കുഞ്ഞിനൊന്നും ചെയ്യില്ല, നശിപ്പിക്കത്തുമില്ല. കണ്ടോ, അതിന് കാര്യങ്ങളും അറിയാൻ മനസാക്ഷിയുണ്ട്. അതെ തള്ളേ, വിളിച്ചോണ്ട് പോ. അതിനെ എന്തു വേണമെന്ന് വെച്ചാ തരാം. വഴിച്ചെലവിന് എന്താന്നുള്ളത് ഇപ്പൊ തന്നെ തന്നേക്കാം. തള്ളേ ഒന്ന് പോ. കാശും ചെക്കൊന്നും എനിക്ക് വേണ്ട. ഇനി ഇത് പൈസ കൊണ്ട് തീരത്തുമില്ല. ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി തന്നെയാ വന്നിരിക്കുന്നേ. തള്ളേ
എടിയേ എന്താ? അതെ, ആകെ കുഴപ്പമായി. ആ ദേവതയും മറ്റവളും അവളുടെ കൊച്ചും കൂടി വന്നിട്ടുണ്ട്. അതിനവൾക്ക് ജാമ്യം കിട്ടിയോ? കിട്ടാതെ പിന്നെ ഇവിടെ വരൂ. അവർക്കൊരിക്കലും ജാമ്യം കിട്ടത്തില്ലെന്നല്ലേ വക്കീൽ പറഞ്ഞത്? എന്താ എന്താ പ്രശ്നം? അതെ, ആ ദേവത എന്ന് പറഞ്ഞൊരു സ്ത്രീയില്ലേ? ആ ദേവത അറിയാം. അവര് മോഷണത്തിന് എന്തോ അകത്തായിരുന്നല്ലോ. അവരിറങ്ങിയോ? ആ, അതല്ലേ വന്നു പറയുന്നത്. വല്ല പൈസ എങ്ങനെ വാങ്ങാൻ വന്നേയായിരിക്കും. അവരെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചോണ്ട് പോവുമായിരുന്നു. മാനക്കേട് ഭയന്ന് വരുമ്പോ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുമായിരുന്നു. ഇനി ഇവിടുന്ന് പോകുന്നില്ല, പൊറുതി തുടങ്ങാനാ വന്നേന്നും പറഞ്ഞ് അകത്തേറി ഇരിക്കുക. ആ പെണ്ണും പൊടിക്കൊച്ചും കൂടെ ഉണ്ട്. അവരെയും കൊണ്ടാണോ വന്നേക്കുന്നേ? ആ അവരും ഉണ്ട്. മോനെ, ചെന്ന് അവരെ പറഞ്ഞു വിട. ഇല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറ. ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ വാങ്ങിക്കാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം. ചെല്ലേ, വന്നേ. അതെ, ഈ കൊച്ചിനെയും തള്ളയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. എന്ത് തീരുമാനം ഉണ്ടാക്കാനടി? നിന്റെയും ഋഷിയുടെയും കല്യാണം തീരുമാനിച്ച അന്ന് തൊട്ട് തുടങ്ങിയതാ ഈ പൈസ പിരിവ്. നാട് മുഴുവൻ മോഷ്ടിച്ച് നടന്ന അകത്തായി. കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് വീണ്ടും പിരിവിന് വന്നിരിക്കുക. കൊച്ചിനെ കൊണ്ട് വിളിച്ചോണ്ട് പോടി ഇവിടുന്ന്. അങ്ങനെ അങ്ങ് പോകാനല്ല തള്ളേ വന്നത്. ദേ, എല്ലാരും കൂടി കേട്ടോ. ദേ, ഈ കൊച്ചിനെ ഇവള് പ്രസവിച്ചതാ. ആ കൊച്ചിന്റെ തന്ത ആ നിൽക്കുന്നവനാ ഇവളുടെ ഭർത്താവ്. ഈ കേസ് ഒതുക്കാനേ നിന്റെ ഭർത്താവും നിന്റെ തന്തയും തള്ളയും എല്ലാരും കൂടെ ഒരുപാട് കാശ് മുടക്കിയതാ. ഒന്നും വേണ്ട, കൊച്ചിനും തള്ളയ്ക്കും ഒരു വീട് വെച്ചു കൊടുക്കാം, രഹസ്യമായി പൊറപ്പിക്കാന്നൊക്കെ ദേ ഇവൻ വാക്ക് കൊടുത്തതാ. എന്നിട്ട് എന്നെ കള്ളക്കേസ് കുടുക്കി അകത്താക്കി. എന്നിട്ട് എന്തായി? അന്താ ഇവള് പറയുന്നത് കേട്ടോ. കുറെ നാളായി ഇവള് തുടങ്ങിയിട്ട്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക. ഈ സാറാണോ തീരുമാനം ഉണ്ടാക്കുന്നത്? കാര്യങ്ങളൊക്കെ ഈ സാറിനും അറിയാം, സാറിന്റെ ഭാര്യയ്ക്കും അറിയാം. ഭാര്യയില്ലേ, ഫാഷൻ ഡിസൈനർ ആൻസി വർഗീസ്. ഞങ്ങളെ ഒരേ സെല്ലിലായിരുന്നു. ആ, എന്നാ നിങ്ങളൊരു കാര്യം കേട്ടോ. ഈ അനന്തൻ സാറിനറിയാം ഈ കൊച്ചിന്റെ തന്ത ഈ ഋഷിയാണെന്ന്. ഈ പല്ലവിയായിട്ടുള്ള കല്യാണം നടത്തരുത്, ഞാൻ മുടക്കുമെന്നും പറഞ്ഞ് ഈ വീട്ടിൽ എന്നെ തള്ളിവിട്ടതാ. ഓർമ്മയുണ്ടോ? എന്നിട്ടിപ്പോ ഒന്നും അറിയാതെ തീരുമാനം പറയാൻ നിൽക്കുന്നു. തീരുമാനമുണ്ട്. ഈ പറഞ്ഞതൊക്കെ ശരിയാ. ഈ കൊച്ചിന് വയറ്റിലുണ്ടെന്നും അതിന് കാരണക്കാരൻ ഋഷിയാണെന്നും എന്റെ അടുത്ത് ആദ്യം എന്ന് പറഞ്ഞത് ആരാ? ആൻസി വർഗീസ്. എന്നിട്ട് അവൾ എന്നെ ഉന്തിത്തള്ളി വിട്ടു, നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ. എന്നിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചു. എന്റെ കയ്യിലില്ലാഞ്ഞിട്ട് ആൻസിയാ കൊടുത്തത്. അവൾക്കായിരുന്നല്ലോ ആവശ്യം. അതെ, അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഭാര്യ പിഴച്ചതാണെന്ന്. അതുകൊണ്ട് ഞാൻ അതിന് കൂട്ടുനിന്നു. പക്ഷേ ആൻസി ഈ കൊച്ചിനെ കൂടെ കൊണ്ടുനടന്ന് പിഴപ്പിച്ചവൾക്ക് ഗർഭമുണ്ടാക്കി. ഒരുപാട് പരബന്ധം ഉണ്ടായിരുന്ന ആൻസി വർഗീസ് പ്രസവിച്ച 2 കുഞ്ഞുങ്ങളുടെ തന്ത ആരാണെന്ന് കണിയാര വെച്ച് ഗണിച്ചു നോക്കി പറയേണ്ടി വരുമെന്ന് അവളെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്റെ ഭാര്യ. ആ ആൻസി വർഗീസിന്റെ ശിക്ഷയല്ലേ നീയും? അതുകൊണ്ട് നീ പ്രസവിച്ച കുഞ്ഞിന്റെ തന്ത ആരാണെന്ന് നീ പോയി ഗണിച്ചു നോക്ക്. ഇല്ലെങ്കിൽ പോയി DNA. അല്ലാതെ ഇവിടെ കയറി വന്ന അവകാശം പറഞ്ഞുകൊണ്ട് വന്നാ കേസ് വേറെയാ. ചിറ്റപ്പൻ എന്തൊക്കെയാ പറയുന്നത്? ഇതൊന്നും അല്ല സത്യം. നീ മിണ്ടരുത്. നീ ആൻസി വർഗീസിന്റെ ഓശാരവും വാങ്ങി സ്വന്തം ഭർത്താവിനെ ചവിട്ടി പുറത്താക്കി വല്ലവന്റെ കൊച്ചിനെ അവന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുമായിരുന്നു. നിങ്ങൾ അറിഞ്ഞോ? ആൻസി വർഗീസും KGS കൂടി ക്ലാസ് കൊടുത്ത് വിട്ടിരിക്കുക.
ഞാൻ അറിഞ്ഞു ഈ തള്ളക്കാരാ ജാമ്യം ഉണ്ടാക്കി കൊടുത്തെന്ന്. KGS അല്ലേ? അപ്പൊ ഇതൊക്കെ ആരുടെ കളിയാ? KGSഉം ആൻസി വർഗീസും ദാ ഇപ്പോ നിങ്ങളുടെ പുന്നാര മോളും പുതിയ കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയിരിക്കാം. ഇറങ്ങിക്കോളണം ഇവിടുന്ന്, ഇപ്പൊ ഇറങ്ങിക്കോണം. ചിറ്റപ്പന് ഭ്രാന്ത് പിടിച്ചോ? സത്യം എന്താ മനസ്സിലാക്കാത്തത്? നീ മിണ്ടരുത്. നിനക്ക് മിണ്ടാനുള്ള യോഗ്യതയില്ല. ചിത്രേച്ചി പറഞ്ഞു വിട്, നിങ്ങളെ പഠിക്കകത്ത് കയറ്റരുത്. പറഞ്ഞു വിടല്ലാത്തിനെയും. ദേ സാറേ, ഞങ്ങൾ പൊയ്ക്കോളാം. വെറുതെ അല്ല സാറേ നിയമം പോലീസും ഒക്കെ ഈ നാട്ടില്. ആൻസി ചേച്ചി എല്ലാരും കൂടെ ചതിച്ചു, എന്നെയും ചതിച്ചു. ചതിക്കുന്നവരുടെ ഒരു കൂട്ടുകൂടുമ്പാ ഇത്. ഒരു കാര്യം നീ ഓർത്തോ, ഞങ്ങള് 2 പെണ്ണുങ്ങളുടെയും കണ്ണീരായിരിക്കും ഈ കുടുംബം വെണ്ണീറാക്കാൻ പോകുന്നത്. നീ ഓർത്തോ? വാ കുഞ്ഞമ്മേ. ആ സാറുമാരെ, കോടതി കാണാം. കേട്ടോടാ.